നമസ്കാരം, ഞാൻ ആശ മാത്യു. US വീക്ക്ലി റൗണ്ട് അപ്പ് പവർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ ഹൈലൈറ്റ്: സഹനജീവിത സമർപ്പണത്താൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് ഡാലസിൽ ഉജ്ജ്വല സമാപനം. ടെക്സസ് ഇന്റർനാഷണൽ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ അന്താരാഷ്ട്ര വടംവലി മത്സരത്തിനായി ഒരുങ്ങി ഹ്യൂസ്റ്റൺ. ഓൾ കാനഡ സീറോ മലങ്കര കത്തോലിക്ക ഫാമിലി കോൺഫറൻസ് കാൽഗറിയിൽ ജൂൺ മാസം 29-30 തീയതികളിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഫാമിലി കോൺഫറൻസ് നടത്തപ്പെട്ടു. ക്ലിനിക്കൽ ട്രയൽസ് എന്ന വിഷയവുമായി ലൈഫ് ആൻഡ് ഹെൽത്തിൽ ഡോക്ടർ റോസ് വടകരയോടൊപ്പം ഡോക്ടർ ചാടി നഭാൻ. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ മഹോത്സവം വിശുദ്ധയുടെ നാമത്തിൽ ഭാരതത്തിന് പുറത്ത് ആദ്യമായി സ്ഥാപിച്ച അമേരിക്കയിലെ ഡാലസിലുള്ള കോപ്പേൽ സെയിന്റ് അൽഫോൻസ സീറോ മലബാർ കാത്തലിക് ദേവാലയത്തിൽ ജൂലൈ 19 മുതൽ 29 വരെ ഭക്തിയാഡംബരപൂർവ്വം നടത്തപ്പെട്ടു. വികാരി ജനറൽ റെവറൻഡ് ഫാദർ ജോൺ മേലേപ്പുറം ജൂലൈ 19 വെള്ളിയാഴ്ച അർപ്പിച്ച വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് നടത്തുന്ന കൊടിയേറ്റത്തോടെയാണ് തിരുനാളിന് തുടക്കം കുറിച്ചത്. തിരുനാൾ പ്രധാന ദിനമായ ജൂലൈ 28 നടത്തപ്പെട്ട അമേരിക്കയിലെ സീറോ മലബാർ മെത്രാൻ മാർ ജോയ് ആലപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ച ആഘോഷപരമായ തിരുനാൾ കുർബാനയോടെയാണ് സമാപിച്ചത്. വികാരി റെവറൻഡ് ഫാദർ മാത്യൂസ് മുഞ്ഞനാട്ട്, അസിസ്റ്റന്റ് വികാരി റെവറൻഡ് ഫാദർ ജിമ്മി എടക്കുളത്തൂർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള വിവിധ കമ്മിറ്റികൾ തിരുനാളിന് നേതൃത്വം നൽകി. തിരുനാൾ തിരുക്കർമ്മങ്ങൾക്കൊടൊപ്പം വൈവിധ്യമാർന്ന കലാപരിപാടികളും ആയിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യവും തിരുനാളിനെ ശ്രദ്ധേയമാക്കി. ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട സീറോ മലബാർ രൂപതയാണ് അമേരിക്കയിലെ ചിക്കാഗോ രൂപത. ആ രൂപതയുടെ കീഴിൽ മലയാളികൾ ഏറെയുള്ള പ്രദേശമായ കപ്പേലിൽ സീറോ മലബാർ വിശ്വാസികൾക്കായി സ്ഥാപിക്കപ്പെട്ട ഇടവക ദേവാലയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വിശുദ്ധിയായ സെയിന്റ് അൽഫോൻസായുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയം. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി ഇവിടെ ഭക്തി നിർഭരമായ തിരുനാൾ കൊണ്ടാടുകയാണ്. അതിൻ്റെ നേർക്കാഴ്ചകളിലേക്ക്. അമേരിക്കയിലെ ഭരണങ്ങാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ടെക്സാസിലെ കൊപ്പൽ സെൻറ്റ് അൽഫോൻസ പള്ളിയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ജൂലൈ 28 തീയതി വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ വളരെ ഭക്തിയാഡംബരപൂർവ്വം ഇവിടെ കൊണ്ടാടുകയുണ്ടായി. ഇന്ന് ഈ തിരുനാളിൻ്റെ ആഘോഷങ്ങളിൽ വന്ന് പങ്കുചേരുന്നതിനും വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനും ഇതിൻ്റെ പ്രദർശനത്തിലും മറ്റ് ആഘോഷങ്ങളിലും പങ്കെടുക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. ഈ ഇടവകയ്ക്ക് സമൃദ്ധമായ കൃപകൾ വിശുദ്ധ അൽഫോൻസാമ വഴി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. റെവറൻഡ് ഫാദർ കുര്യൻ നടുവിലച്ചേലിൽ ഷിക്കാഗോ രൂപത പ്രൊക്യൂറേറ്റർ, മുൻ വികാരി റെവറൻഡ് ഫാദർ ജോൺ ടി തച്ചാറ, ഗാർലൻഡ് ഫൊറോണ വികാരി റെവറൻഡ് ഫാദർ ജെയിംസ് നിരപ്പേൽ എന്നിവരടക്കം നിരവധി വൈദിക ശ്രേഷ്ഠർ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. നമുക്ക് പലപ്പോഴും വേണ്ടത്ര വിചാരമില്ല. ഈ ആനയുടെ കാര്യം പറഞ്ഞ പോലെ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ഈ ചിരട്ടയിലെ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് നടക്കുന്ന വെള്ളം അതിനകത്ത് തന്നെ കിടന്ന് ഇങ്ങനെ അങ്ങോട്ട് ഓടി നടക്കുക. എഴുപത്തിരണ്ട് കുടുംബാംഗങ്ങളാണ് പ്രസിഡന്റിമാരാണ് തിരുനാൾ നടത്തുന്നത്. ഏറ്റവും മനോഹരമായിട്ടായിരുന്നു 10 ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന തിരുനാളുകൾ നടന്നുപോയിക്കൊണ്ടിരുന്നത്. ആ ദിവസങ്ങളിൽ ഇടവകയിലോ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, ഓരോ കുടുംബത്തിന് വേണ്ടിയിട്ട്, രൂപതയ്ക്ക് വേണ്ടിയിട്ട്, ഇടവകയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനകളും അങ്ങനെ മധ്യസ്ഥതകളും ഒക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നടത്തിയിരുന്ന കലാപരിപാടികൾ, മ്യൂസിക് നൈറ്റ്,
അതുപോലെ നാടകം, അതുപോലെ ഇടവക കൂട്ടായ്മയുടെ കലാപരിപാടി എല്ലാം മനോഹരമായിരുന്നു. അതാണ് ഈ കൂട്ടായ്മയുടെ വലിയ വിജയം എന്ന് പറയുന്നത്. ഇടവക ഒന്നായിട്ട് പോകുന്നൊരനുഭവമുണ്ട്. കൂട്ടായ്മ വളരെ വളരുന്നുണ്ട്. ഇത് ഇടവകയോട് ചേർന്ന് വരുന്ന ഒരു അനുഭവമായിട്ട് തോന്നുന്നുണ്ട്. എന്നും ഇങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇടവക സമൂഹത്തിന് എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയും ഈ തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാ കുടുംബങ്ങൾക്കും, പ്രത്യേകിച്ച് 72 കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്ന ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഇടവകയിലെ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വിവിധങ്ങളായ സ്റ്റേജ് കലാപരിപാടികൾക്ക് പുറമെ പ്രമുഖ ഗായകൻ വിജയ് യേശുദാസ്, പ്രശസ്ത തെലുങ്ക് ഡ്രമ്മർ മെഹറും ചേർന്നൊരുക്കിയ ഗാനസന്ധ്യ കലാപരിപാടികളുടെ മുഖ്യ ആകർഷണമായിരുന്നു. ഡാലസ് ഭാരതകലാ തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ മലയാള ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛന്റെ ജീവിതത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ട എഴുത്തച്ഛൻ എന്ന ചരിത്ര നാടകം ഏറെ ശ്രദ്ധേയമായി. വയലേലകളിൽ കതിരുകളായി വിള കൊയ്യാനായി അണിചേർന്നിടാം. വയലേലകളിൽ കതിരുകളായി വിള കൊയ്യാനായി അണിചേർന്നിടാം. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാറുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്തു വിതയ്ക്കാൻ പോകാം. ജോജോ കോട്ടയ്ക്കൽ, അജയ്മോൻ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ രാജേഷ് ജോർജ്, ബാബു മാത്യു, അപ്പച്ചൻ ഔസേബ് തുടങ്ങിയവർ ഉൾപ്പെടുന്ന 72 പ്രസേന്തികളുടെ പ്രവർത്തന കമ്മിറ്റിയാണ് തിരുനാൾ ആഘോഷങ്ങൾ നിയന്ത്രിച്ചത്. അമേരിക്കയിലെ വിശുദ്ധ അൽഫോൻസാമയുടെ പേരിലുള്ള ആദ്യത്തെ പള്ളിയാണ് സെയിൻറ്റ് അൽഫോൻസ കാത്തലിക് ചർച്ച് കൊപ്പേൽ. ഈ വർഷത്തെ സെൻറ്റ് അൽഫോൻസായുടെ തിരുനാൾ ഇന്ന് അവസാനത്തെ ദിവസമാണ്. 10 ദിവസത്തെ പെരുന്നാളായിരുന്നു. ഞങ്ങൾ 72 കൂട്ടുകാർ കൂടിയാണ്, അവരുടെ ഫാമിലി കൂടിയാണ് ഈ പെരുന്നാൾ നടത്തിയത്. ഈ തിരുനാൾ എന്ന് പറഞ്ഞാൽ ആഘോഷം തന്നെയായിരുന്നു. നാടകങ്ങളും വിജയ് യേശുദാസിൻ്റെ പ്രോഗ്രാമുകളും അടിപൊളി ഡാൻസ് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഒത്തിരി ആഘോഷങ്ങൾ 10 ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ആ ആഘോഷങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾ അടിച്ചു പൊളിച്ചതിനോടൊപ്പം തന്നെ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു മാതൃക ആണ്. ഞങ്ങളൊരു 50,000 ഞങ്ങളുടെ ടാർഗറ്റ്. ഓൾറെഡി ഈ 10 ദിവസത്തിൽ ഞങ്ങൾ $48,000 ഞങ്ങൾ നാട്ടിലെ 2 ചാരിറ്റി പ്രൊജക്റ്റുകൾക്ക് വേണ്ടി ഞങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഈ 2024 ഈ തിരുനാളിനോടനുബന്ധിച്ച് ഞങ്ങളുടെ 72 കൂട്ടുകാരുടെ എല്ലാ തിരുനാൾ മംഗളങ്ങളും നേരുകയാണ്. ഹാപ്പി ദേവാലയ ട്രസ്റ്റിമാരായ ജോഷി കുര്യാക്കോസ്, രഞ്ജിത്ത് തലേക്കൊട്ടൂർ, റോബിൻ ചെറിയത്ത്, റോബിൻ കുര്യൻ, ദേവാലയ സെക്രട്ടറി സെബാസ്റ്റ്യൻ പോൾ വിധേയത്തിൽ തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി.
ടെക്സസ് ഇന്റർനാഷണൽ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ അന്താരാഷ്ട്ര വടംവലി മത്സരത്തിനായി ഒരുങ്ങി ഹ്യൂസ്റ്റൺ. 2022 ആരംഭിച്ച അന്താരാഷ്ട്ര വടംവലി ടൂർണമെന്റിന്റെ 3ാം എഡിഷനാണ് ഓഗസ്റ്റ് 10 സ്റ്റാഫോർഡിലെ ഡെസ്റ്റിനി സെന്ററിൽ അരങ്ങേറുന്നത്. $8,001 ഒന്നാം സമ്മാനം നൽകപ്പെടുന്ന ഈ ടൂർണമെന്റിൽ 3ാം തവണയും കപ്പുയർത്താനായി കോട്ടയം ബ്രദേഴ്സ് കാനഡ എത്തുമ്പോൾ ശക്തമായ വെല്ലുവിളിയുമായി അയർലൻഡ്, ഹ്യൂസ്റ്റൺ, ഡാലസ്, ഷിക്കാഗോ, ന്യൂയോർക്ക്, കാനഡ തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 13ഓളം ടീമുകൾ എത്തും. ഹെവി വെയ്റ്റ് വനിതാ കാറ്റഗറിയിലും മത്സരങ്ങൾ നടത്തപ്പെടും. തീപാറുന്ന പോരാട്ടങ്ങൾക്കായി ഹ്യൂസ്റ്റൺ ഇതിനകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ടെക്സസ് ഇന്റർനാഷണൽ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ഭാരവാഹികൾ അറിയിച്ചു. ഇസാക്കിന്റെ 3ാമത്തെ സീസൺ, 3rd സീസൺ വടംവലിയുടെ കിക്ക് ഓഫ് ഡേ ആണ്. അതിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. വീക്ക്ലി റൗണ്ട് പവർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ഇനി ഒരിടവേള. Crufey's Law Firm, Chicago. Trusted name for work injuries and personal injury cases, wrongful death cases and much more. Ensuring aggressive financial results. Attorney Stephen Crufey's. Serious lawyer for serious cases. We want a long-term relationship with you. Call us 312-855-0511. Crufey's Law Firm Limited. www.crufeyslaw.com. ഓൾ കാനഡ സീറോ മലങ്കര കാത്തലിക് ഫാമിലി കോൺഫറൻസ് കാൽഗറിയിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മേരി ക്വീൻ ഓഫ് പീസ് USA കാനഡ എപ്പാക്കിയിലെ കാനഡ റീജിയന്റെ നേതൃത്വത്തിൽ 2024 ജൂൺ മാസം 29-30 തീയതികളിൽ സംഘടിപ്പിച്ചു. സെയിന്റ് മദർ തെരേസ സീറോ മലബാർ ചർച്ചിൽ വെച്ച് നടത്തപ്പെട്ട ഈ കോൺഫറൻസിൽ USA കാനഡ രൂപതയുടെ അധ്യക്ഷൻ അഭിവന്ദ്യ പീലിപ്പോസ് മാർ സെഫസ്യാനോസ് സംബന്ധിച്ചു. കാൽഗറി രൂപതയുടെ അധ്യക്ഷൻ അഭിവന്ദ്യ വില്യം മഗ്രാറ്റനാണ് ജൂൺ 29 ഉച്ചകഴിഞ്ഞ് ആരംഭിച്ച ഈ കോൺഫറൻസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്.
ഈ ഫാമിലി കോൺഫറൻസിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ബിബി മോഹൻ, അഖിൽ നദീർ ഹുസൈൻ, മാത്യു ജേക്കബ് എന്നിവരോടൊപ്പം ഡോക്ടർ സൂസൻ ബിനോയ്. ഓൾ കാനഡ സീറോ മലബാർ ഫാമിലി കോൺഫറൻസ് കാൽഗറി വെച്ച് നടത്തപ്പെടുകയാണ്. കാൽഗറിയിലെ മലങ്കര വിശ്വാസികൾ കാത്തിരുന്ന സുവർണ നിമിഷം. ഈ സന്തോഷ മുഹൂർത്തത്തിൽ പങ്കുചേരുവാനായി നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ USA കാനഡ ഭദ്രാസനത്തിലുള്ള കാനഡയിൽ നിന്നുള്ള വിവിധ ഇടവുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഫാമിലി കോൺഫറൻസ് ഇന്നലെയും ഇന്നുമായിട്ട് നടത്തപ്പെട്ടു. 200-ലധികം ആളുകൾ പങ്കെടുത്ത വളരെ സജീവമായൊരു കോൺഫറൻസ് ആയിരുന്നു. കാനഡയിലെ മലങ്കര മക്കളുടെ കുടുംബങ്ങളുടെ സാധ്യതകളും വെല്ലുവിളികളും എന്നുള്ള വിഷയത്തെ അധികരിച്ചുള്ള പങ്കുവയ്ക്കലുകളും ചർച്ചകളുമായിരുന്നു ഈ ദിവസങ്ങളിൽ വളരെ സജീവമായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. ദൈവകൃപയാൽ ഈ 2 ദിവസത്തെ പ്രോഗ്രാം 200-ലധികം ആളുകൾ പങ്കെടുത്തു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ടൊറൻഡോ, വാൻകൂവർ, എഡ്മണ്ടൺ മുതലായ പാരീഷുകളിൽ നിന്ന് വന്ന എല്ലാവരുടെയും കൾച്ചർ പ്രോഗ്രാമുകൾ ഇന്നലെ അരങ്ങേറി. ഇനിയുള്ള അടുത്ത വർഷങ്ങളിലും ഇതേപോലെയുള്ള പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫാദർ ഡൈജു കുര്യാക്കോസ്, ഫാദർ ജോഫിൻ രാജ്, ഫാദർ വർഗീസ് അഞ്ചനിത്തടത്തിൽ, ഫാദർ അജീഷ് ചെരുവിപ്പറമ്പിൽ എന്നിവരുൾപ്പെടെയുള്ള നിരവധി വൈദികരും കാനഡയിലെ മലങ്കര പള്ളിയിൽ നിന്നുള്ള അനേകം വിശ്വാസികളും സംബന്ധിക്കുന്ന ഈ ഫാമിലി കോൺഫറൻസിന്റെ ഭാഗമായി വിപുലമായ ഒരുക്കങ്ങളാണ് അണിനിരന്നത്. വിവിധ പള്ളികളിലെ മത്സരാർത്ഥികൾ സംബന്ധിക്കുന്ന ക്വിസ് മത്സരവും ആരാധനാ ഗീത മത്സരവും കലാസന്ധ്യയും സെമിനാറുകളും പാനൽ ചർച്ചകളും ഫാമിലി കോൺഫറൻസിനെ വ്യത്യസ്തമാക്കി. പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച ദൈവപുത്ര, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എനിക്കൊരു ഒനിയൻ ഊത്തപ്പം. എടാ ഇവിടെ വാടാ. അവളിപ്പോ പറഞ്ഞതൊരു ക്രിക്കറ്റ് കളിക്കാറ്റും പേരില്ലേ? അത് റോബിൻ ഊത്തപ്പ, ഇത് ഒനിയൻ ഊത്തപ്പം. US Weekly Roundup powered by PG Group of Companies in മറ്റൊരു ഇടവേള കൂടി. Please stay with us. Citywide Mortgage of America Corp. Mortgage experts serving Illinois, Florida, and California. Committed to provide high-quality home loans, lowest mortgage rates in the market. Specialized services for first-time home buyers. Conventional, FHA, VA loans, and jumbo loans. Refinance and cash-out refinance. Home loan experts dedicated to making sure your home purchase or refinance experience is top-notch. We deliver what we promise. Visit www.citywidema.com. US Weekly Roundup powered by PG Group of Companies in Life and Health. Hello everyone, my name is Dr. Rose Vadagara and welcome to Life and Health. In today's segment, we are going to discuss about clinical trials. As you all know that clinical trial has been the cornerstone for modern medicine development. It is now my pleasure to welcome Dr. Chadi Nabhan, who is an inspirational, innovative, transformational leader who has been working as a hematology-oncology physician for past 20 years. He is currently holds the senior leadership position and also the senior vice president and chairman for Precision Oncology Alliance at Caris Life. He is also the writer, book author, transformational leader, and also a clinical researcher. And it is my pleasure to welcome Dr. Chadi Nabhan to Life and Health. Doctor, welcome. Rose, thank you so much for having me. I look forward to our conversation. Appreciate the invite. So, Doctor, what is clinical trials and how does it benefit our patients? Look, clinical trials, basically, you are asking a question about an experimental therapy, about a new drug, about a new intervention,
and you're trying to understand whether this new therapy, the new intervention, is going to add additional benefit to the patients affected with a particular disease. There are many types of clinical trials, and I'm sure we'll get into this, but ultimately clinical trials are asking a question in medicine, and we're trying to get an answer. The hope is that this answer is going to benefit larger proportion of patients affected with a particular disease or entity. So you did mention about there's different types of clinical trials. Can you explain those? Sure. So, for example, when we talk about phase 1 clinical trials, in general, these are dose-finding studies. In other words, there's enough information. There are enough information in preclinical studies, in cellular studies, in animal studies, to suggest that maybe we could take this particular drug or intervention into humans. But phase 1 trials are asking the question, what is the best dose to study this particular drug in this particular patient population? Okay. And there are different ways to conduct this, but that's really the purpose of the phase 1 study. So essentially, we don't know if the drug is going to benefit, but we're really asking what is the proper dose. And by the way, there has been some studies to demonstrate that even in phase 1, patients do benefit from these studies. Then you have phase 2 studies. Phase 2 studies, you're trying to understand the efficacy. Is the drug active in this particular patient population, in this particular disease entity? Usually the phase 2 study could have tens of patients enrolled, could be 50, could be 60, could be 100, but that's the purpose of the phase 2 study, to demonstrate the efficacy and to know about toxicity. Then you move into phase 3 studies. These are larger studies. Sometimes they could be randomized control studies, so you're comparing one regimen to another regimen. And the question in a phase 3 study is, am I able to demonstrate that this new therapy that I have shown to be effective in phase 2 could replace the current standard? So let's say the patient population has been taking drug A for this particular disease forever. And now there's drug B, that's a new drug coming in with a promise that it could be better than drug A. The only way to know that is by comparing drug B to drug A in a large phase 3 study. Okay. And the last one is phase 4, which is that happens afterwards. We call this is post-marketing or post-approval. And when the drug becomes available and is studied and it's out there, phase 4 is attempting to investigate what happens in a larger patient population, in thousands and thousands of people who may take this drug. And the only way to know that is by studying that in the patients that receive that after the approval by the regulatory authorities. Okay. So as a clinical researcher, what are some of the questions that you will be asking the patients when they come for this study? Yeah, so any clinical trial has what we call inclusion and exclusion criteria. What that means is that there are particular specifications that patients must meet in order for them to be included in the clinical trial. So we have these clinical trials, and we usually go through the process of, does the patient meet the inclusion criteria to allow that individual to be part of the study, and are we sure that there are none of the exclusion criteria that are there? I mean, just an example. Let's say a clinical trial asking whatever question, but in order for the patient to be enrolled, they must have a kidney function of X, Y, and Z. So I need to check the kidney function of that patient to make sure it meets that specification, because if it's out of limit, then I cannot put the patient on the trial. So I think looking at the inclusion-exclusion criteria is critical. But Rose, I tell you, one of the most important parts, in my opinion, is to know the patient, is to know what are the goals of that patient. What do they really want? What is their philosophy about life? Is the clinical trial, which is experimental, we don't know sometimes if it works or not, is that aligned with the values of that patient? That is very critical. Every patient is different
I endorse clinical trials. As you said in your introduction, it has been the cornerstone of how we improve modern medicine. But it may not be for everybody, and that's okay. So I get to know my patient, understand the patient values, and explain all of these. This is very critical. And lastly, I would say it's very important to explain the goal of the trial. Remember what we said, phase 1 trial is a dose-finding study. I cannot look a patient in the eye and say, this study is going to help you. Now, I should say, I don't know. I hope it will. And I think framing this is very critical so that me and the patient and the medical team, we all have realistic expectations of what we're trying to accomplish. So being an experienced researcher, what are some of the questions that you will be recommending for our viewers who wanted to be on the trial? What are some of the questions that you want them to ask for them when they enroll for the clinical trial? I think one of the most important questions that a patient should ask a physician when they are seeing them, are there clinical trials that are asking questions relevant to my disease? That's the first question. And I think if the answer is yes, let's understand that clinical trial. But look, at the end of the day, it is important to know what is the trial trying to ask, and if there's a drug involved in the trial, ask questions. What do we know about the side effect of that drug? It is in a clinical trial now, but previous trials, what did they show? Ask the physician, what's your experience with other patients that have been enrolled on that clinical trial? Because the physician will tell you, I've had 10 patients on this trial and this is what I have observed. I think that information might be helpful. Ask about the logistics. How many times do I need to come to the office? How many times do I need to get a blood draw? How many biopsies do I need? The logistics are important. If you need to go every week and it's far away, it may not be for you. This is important. Ask about how often do I need to get imaging studies, CAT scans, MRIs. Then ask about cost. It is appropriate for you to understand what are the costs of you being involved. In other words, if I'm in the clinical trial, is the trial going to pay for my scans and imaging? Is the trial going to pay for whatever it is, transportation? I think that's important. Some trials do actually have funds included with that. And then lastly, ask about when do I expect to know whether I benefited or not. When is my first assessment, second assessment? And I'll finish with another one. What happens if that doesn't work? Is there a plan B? What do you have down the pike? So I need to know what are my options. All of these are important questions. And always remember, there is no question that you are not allowed to ask. You are the patient. And you must be empowered in asking any question that you really want. Your medical team's job is to answer these questions to you succinctly in a very easy to understand manner and to be available to you anytime. Thank you so much, Dr. Chari. This is very informative. I hope all our viewers really help from this talk. And thank you so much for joining with us today in Life and Health. Really appreciate, and I look forward to seeing you again. US Weekly Roundup powered by PHG Group of Companies-ന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി asianetusnews@gmail.com എന്ന ഇമെയിലിലൂടെയോ 7324299529 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വൈവിധ്യമാർന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.